മണി എക്കാലത്തും ഒരു വാർത്തയിൽ ഇടംപെടാൻ വേണ്ടി വളരെ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അത് നാടൻ ഭാഷയുടെ പ്രയോഗം എന്ന് വ്യാഖ്യാനിച്ച് രക്ഷപ്പെട്ടു പോവുകയാണ് പതിവ്. ഇപ്പോൾ അദ്ദേഹത്തിന് പ്രായാധിക്യം ബാധിച്ചിരിക്കുന്നു. ഈ തരത്തിൽ ജനങ്ങൾക്ക് ഭൂഷണമല്ലാത്ത തരത്തിൽ സംസാരിക്കുന്നത് പാർട്ടി നേതൃത്വം നടപടിയെടുക്കുമെന്നും പാവങ്ങളെയും കേരളത്തെയും ഒക്കെ പരിഹസിക്കുന്ന മുൻ മന്ത്രി ഇടുക്കിക്ക് അപമാനകരമാണെന്നും ഉള്ള തിരിച്ചറിവ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ വിശ്വസിക്കുകയാണ്. അതെ, നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിറ്റ് നൽകി വോട്ട് പിടിക്കാനുള്ള LDFന്റെ നീക്കം വലിയ ചർച്ചയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് വോട്ട് ലക്ഷ്യമിട്ട് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ പ്രഖ്യാപനം നടത്തിയത്. അത്തരത്തിൽ ഒരു പെൻഷനും കിറ്റുമൊക്കെ കാണിച്ച് വോട്ട് പിടിക്കാൻ ഒരു തന്ത്രം പാളിയതിൻ്റെ ഒരു എന്താണ് പറയേണ്ടത്, അതിൻ്റെ ഒരു ദേഷ്യമല്ലേ കാണിച്ചത് മണി ജനങ്ങളോട്? ഇതിലൊക്കെ കൊടുത്ത് ജനങ്ങളെ വാങ്ങിക്കാം, അങ്ങനെ ജനങ്ങളുടെ ജനാധിപത്യത്തെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിക്കാമെന്നുള്ള അവരുടെ ആ നീക്കം പാളിയതും അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടുള്ള ജാള്യതയും ഒരു പ്രതിഷേധവും ഒക്കെ ഈ വാക്കുകളുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹം കുറച്ച് പ്രായം ചെന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇതുപോലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നത് മുൻ മന്ത്രി എന്ന നിലയ്ക്കും ഇടുക്കിക്കാരൻ എന്ന നിലയ്ക്കും ഒക്കെ വലിയ അപമാനകരമായ സാഹചര്യം. അതിനെതിരെ പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ് BJP ഇടുക്കി ജില്ലാ കമ്മിറ്റി വിശ്വസിക്കുന്നത്.